രാജൻ ഉരുട്ടിക്കൊല്ല കേസിലെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരെ കക്കയും കിഷന്നേരം എന്നാണ് അയാൾ അറിയപ്പെടുന്നത്. അന്ന് ആള് രാമേന്ദ്രനാണ് സാറായിരുന്നു ഇവിടെ എസ് ഐ. അപ്പം ഞാൻ അങ്ങോട്ട് ക്യാമറയും കൊണ്ട് ചെന്നപ്പോൾ തന്നെ അങ്ങനെ മനസ്സിലായി എന്നെ കൊണ്ടത് കാണാൻ താങ്ങൂല, എടുക്കാൻ താങ്ങൂല എന്ന്. പാരുക്കുഴിയിലൊരു കൊല നടന്നു. ഈ കോഴി വാങ്ങാൻ പോയവനെ വെട്ടിക്കൊന്ന ഒരു കേസുണ്ടായിരുന്നു. എന്താ സംഭവം? അത് BJP-ക്കാരാണ് ചെയ്തെന്ന് പറയണു. പക്ഷേ അതൊക്കെ വെറുതെ വിട്ടു. പുള്ളി ഇതുപോലെ ഒരു തൂക്കി വരണം പടം എടുക്കാൻ പോയി ഇവിടെ നോക്കിയപ്പോൾ ഒരു എരുമേലെ പടമാണ് ഉണ്ടായിരുന്നത്. പിന്നെ എന്ത് ചെയ്തു? പിന്നീട് അയാൾ തൊഴുത്ത് കാലം പിടിച്ച് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു. നമസ്കാരം. കേരള പോലീസിൽ വട്ടപ്പേരിൽ അറിയപ്പെട്ടിരുന്ന, പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ കിടുകിടെ വിറച്ചിരുന്ന ചില പോലീസുകാരുണ്ടായിരുന്നു. പുലിക്കോടൻ നാരായണൻ, മീശ സോമശേഖരൻ നായർ, അള്ള് രാമചന്ദ്രൻ, അങ്ങനെ നിരവധി പേർ. നേമം പോലീസ് സ്റ്റേഷനടുത്ത് 1968 ഒളിമ്പിയ എന്ന പേരിൽ ഒരു സ്റ്റുഡിയോ തുടങ്ങി. അന്ന് പോലീസിന് ഒരു അവിഭാജ്യ ഘടകമായിരുന്നു ഫോട്ടോഗ്രാഫർമാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അള്ള് രാമചന്ദ്രൻ നേമം പോലീസ് സ്റ്റേഷനിലെ SI ആയിട്ടിരുന്നുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഒളിമ്പിയ സ്റ്റുഡിയോയുടെ ഉടമ ശ്രീ വാസുദേവൻ നായരാണ്. നമസ്കാരം. അപ്പോൾ ഈ നേമം പോലീസ് സ്റ്റേഷനടുത്ത് തന്നെ സ്റ്റുഡിയോ ഇട്ടിരുന്നതുകൊണ്ടും ഒരുപാട് പോലീസിൻ്റെ വർക്കുകളൊക്കെ ഒരുപാട് ഫോട്ടോഗ്രാഫറായിട്ട് പോയിട്ടുള്ളത് കൊണ്ടുമൊക്കെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ അറിയാം. ഇപ്പോൾ അള്ള് രാമേന്ദ്രൻ എന്ന് പറയുന്നത് കേരളത്തിൽ അറിയാത്തവരൊന്നുമില്ല. അദ്ദേഹം ഒരുപക്ഷെ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ അള്ള് രാമചന്ദ്രൻ എന്നുള്ളൊരു പേര് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് തന്നെ കേട്ടിട്ടുള്ളതാണ്. അവനെ നേരിട്ട് പരിചയമുണ്ട്. എങ്ങനെയാണ് ഈ അള്ള് രാമചന്ദ്രനെ? അത് നമുക്ക് വിശ്വാസയോഗ്യമായ ഒരു സബ് ഇൻസ്പെക്ടർ, അങ്ങനെ വിശ്വസിക്കാം. അങ്ങനെ യോഗ്യതയുള്ള ആളുകൾ ഗോവലൻ നായർ സാറ്, അള്ള് രാമേന്ദ്രൻ ഒക്കെ തന്നെ. ബാക്കിയൊക്കെ വന്നവരെയൊക്കെ ഏതെങ്കിലും വശത്തോട്ട് ചാഞ്ഞ് അവരെ ആവശ്യങ്ങളെ ഉദ്ദേശിച്ച് ഒക്കെ ചെയ്യുന്ന. പിന്നെ ആ സമയത്തൊക്കെയാണ് ഇവിടെ ഒരു കക്കയം കിഷൻ നായർ ഉണ്ടായിരുന്നു, ഒരു സബ് ഇൻസ്പെക്ടർ അല്ല, ഒരു പോലീസുകാരൻ. കക്കയം കേസിലെ രാജൻ ഉരുട്ടിക്കൊല്ല കേസിലെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരെ കക്കയും കിഷന്നേരം എന്നാണ് അയാൾ അറിയപ്പെടുന്നത്. അയാൾ ഉണ്ടായിരുന്നു. അയാളൊക്കെ പോലീസുകാരനാണെങ്കിലും സത്യസന്ധമായ പെരുമാറുന്ന ആളുകളാണ് ആ കൂട്ടത്തിൽ. ബാക്കിയൊക്കെ വരുന്നവരൊക്കെ പാർട്ടി, പൈസ ഒക്കെ തന്നെ. ഈ അള്ള് രാമചന്ദ്രൻ ഈ അള്ള് എന്നുള്ളൊരു പേര് കിട്ടാനുള്ള കാരണം അറിയാമോ? അതറിയില്ല. അദ്ദേഹം അവിടെ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് ന്യായം നടക്കും. വർക്കിനൊക്കെ പോയിട്ടുണ്ട്. ആ വർക്കിനൊക്കെ പോയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു പെരുമാറ്റം? നല്ല പെരുമാറ്റം, യോഗ്യനായ മനുഷ്യൻ. പക്ഷെ പേര് കേൾക്കുമ്പോൾ അള്ള് രാമചന്ദ്രൻ എന്നുള്ളൊരു പേര് കേൾക്കുമ്പോൾ യോഗ്യനായ മനുഷ്യൻ, നല്ലൊരാളാണ്. പിന്നെ ഒരു ഗോപാലൻ നായർ, അവരൊക്കെ ഞാൻ പറഞ്ഞു, ഗോപാലൻ നായരൊക്കെ ഇവിടെ നാട്ടുകാർ സ്വീകരണം കൊടുത്താണ് അങ്ങനെ ഇവിടുന്ന് അയച്ചത്. അത്ര യോഗ്യൻ. അതുപോലെ തന്നെ ഈ പോലീസ് ഫോട്ടോഗ്രാഫർമാരുടെ ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്രൈമൊക്കെ നടക്കുമ്പോൾ അവിടെ പോയി ഫോട്ടോ എടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ആത്മഹത്യ, കൊലപാതകം നമ്മുടെ ഇത്രയും വർഷത്തെ ജീവിതം ഫോട്ടോഗ്രാഫറായി ഒരുപാട് വർഷങ്ങളുടെ പ്രവൃത്തി പാരമ്പര്യമുള്ളവരാണ് താങ്കൾ. മറക്കാനാവാത്ത ഒരു അനുഭവം പറയാമോ? ഏതൊരു പോലീസ് സ്റ്റേഷനുമായിട്ട്? അല്ല, ഈ പോലീസുമായി ബന്ധപ്പെട്ട് ഫോട്ടോ എടുക്കാൻ പോകുമല്ലോ. ഈ ഫോട്ടോ എടുക്കുമ്പോൾ ഈ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ടാണ് പോകുന്നത്. കൊലപാതകം, ക്രൂരമായ കൊലപാതകങ്ങൾ ഉണ്ടാവാം, ആത്മഹത്യകൾ ഉണ്ടാവാം. അതൊക്കെ നമുക്ക് മറക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിച്ച എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്? അങ്ങനെ നമുക്ക് പറയാൻ, റോഡിലെ ആക്സിഡൻറ്റ് ഒക്കെ. എനിക്ക് ഒരു കാരക്കമണ്ഡപത്തിൽ റോഡിൽ ഞാൻ കയറി ഇറങ്ങി കിടന്നു. ഞാൻ പടം എടുക്കാനായിട്ട് വണ്ടി കയറി റോഡിൽ കിടക്കായിരുന്നു. അപ്പോൾ പടം എടുക്കാൻ ടക്കര വന്ന് എന്നെ വിളിച്ചോണ്ട് പോയി. അന്ന് അള്ള് രാമേന്ദ്രനാണ് സാറായിരുന്നു ഇവിടെ SI. അപ്പം ഞാൻ അങ്ങോട്ട് ക്യാമറയും കൊണ്ട് ചെന്നപ്പോൾ തന്നെ അങ്ങനെ മനസ്സിലായി എന്നെ കൊണ്ടത് കാണാൻ താങ്ങൂല, എടുക്കാൻ താങ്ങൂല എന്ന്. അങ്ങനെ കൂടെ വന്ന് നിന്ന് ടക്കനെ ഞാൻ 2 പടം എടുത്ത് സ്ഥലം വിട്ടു. പിന്നെ എനിക്കുണ്ടായ സംഭവം, പാരുക്കുഴിയിലൊരു കൊല നടന്നു. ഈ കോഴി വാങ്ങാൻ പോയവനെ വെട്ടിക്കൊന്ന ഒരു കേസുണ്ടായിരുന്നു. എന്താ സംഭവം? അത് BJP-ക്കാരാണ് ചെയ്തെന്ന് പറയണു. പക്ഷേ അതൊക്കെ വെറുതെ വിട്ടു, കേസൊക്കെ വെറുതെ വിട്ടു. അന്ന് എൻ്റെ പടം എടുക്കാൻ സോമശേഖരൻ നായർ ബാലാര സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായിരുന്നു. അയാൾ എന്നെ വിളിച്ചോണ്ട് പോയി. എന്നെ വന്ന് വിളിച്ചാൽ പോകില്ല എന്ന് പറഞ്ഞു. ഒടുക്കം അന്ന് ഇവിടെ
കാസി സാഹിബ് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അത് നിയമം പഞ്ചായത്തായിരുന്നു. അങ്ങേര് വന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഞാൻ പേപ്പറൊന്നും ഒപ്പിട്ട് കൊടുക്കില്ല, കോടതിയിലും പോകില്ല, ബില്ലും കൊടുക്കില്ല. അതായത് നിങ്ങൾ ഈ ഫോട്ടോ എടുക്കാൻ പോയി കഴിഞ്ഞാൽ സാക്ഷിയായിട്ട് പോകേണ്ടി വരും. പിന്നെ സാക്ഷിയായിട്ട് പോകണത് മാത്രമല്ല, നമ്മളെ ഒരു ദിവസം പോയില്ലെന്നുണ്ടെങ്കിൽ ഇവർ തന്നെ വന്ന് ഉപദ്രവിക്കും, പോലീസുകാർ. നമ്മുടെ ജോലിയും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കി പോകണം. നമ്മളെ പൈസയും മുടക്കി നമ്മളെ ദിവസമാണ്, ഒരു ദിവസം പോവുക എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ കാലത്ത് വലിയ നഷ്ടമല്ലേ. സ്ഥാപനത്തിൽ ഇരിക്കാക്കൂല, വർക്കിന് പോകാക്കൂല, അതുകൊണ്ട് പോവില്ല. അപ്പോൾ സാധാരണഗതിയിൽ ഞാൻ അസി സാഹിബിന് പറഞ്ഞ് ഞാൻ കൊല്ലയാണ്, ഞാൻ വരില്ല പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞ് വാസു വാ, വാസുവിൻ്റെ പേര് എഴുതൂല, വേറെ പേര് കൊടുക്കാം. അതുപോലെ ഞാൻ ചെന്ന് പടം എടുത്തിറങ്ങിയ ഉടനെ എന്നെ പേര് വേണമെന്ന് പറഞ്ഞ് പടം ഉണ്ടാക്കി. ഞാൻ പേരൊന്നും തരില്ലെന്ന് പറഞ്ഞു, ഞാൻ എഴുതി ഒപ്പിടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ കാസി സാഹിബ് എന്ന് പറഞ്ഞ് വേണ്ട അതിന് ഞാൻ വേറെ ആൾ തരാമെന്ന് പറഞ്ഞു, വിട്ടു. പിന്നെ ഞാൻ പോയിട്ടില്ല. പിന്നെ എല്ലാ ശ്രദ്ധിക്കുന്ന സ്റ്റാഫുകളോ ആരെങ്കിലും ആണെങ്കിലേ പോവുള്ളൂ, പിന്നെ ഞാൻ പോവില്ല. അതുപോലെ തന്നെ ഈ അന്നത്തെ കാലത്തൊക്കെ ഇപ്പോഴാണ് ഡിജിറ്റൽ ഫോട്ടോയൊക്കെ വന്നത്. അപ്പൊ നമുക്ക് എടുക്കുന്ന പടം അപ്പൊ തന്നെ അറിയാൻ പറ്റും. അന്നത്തെ കാലത്ത് അറിയാകൂല, ഡെവലപ്പ് ചെയ്ത് നോക്കി. ഈ സാധനം ഇല്ലെന്നുണ്ടെങ്കിൽ അതും നമ്മള് അങ്ങനെ, അതായത് അങ്ങനെ പറ്റിയിട്ടില്ല. ഈശ്വര സഹായിച്ച് അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല. ഞാൻ ഭഗവാനെ വിചാരിച്ചല്ലേ ഇതൊക്കെ ചെയ്യാൻ പോണം. നമ്മൾ ഈശ്വരനെ ഇത് അവിടെ ചെന്ന് എടുത്തിട്ട് ഇവിടെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് നോക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പണ്ട് ഫോട്ടോ ലാൻഡും ബാലൻ നായരും മുറിപ്പല്ലം ബാലൻ എന്ന് പറഞ്ഞ അവിടെ സ്റ്റാഫ്, അത് ഞങ്ങൾ എല്ലാവരും ഒരു കമ്പനിയാണ്. പുള്ളി ഇതുപോലെ ഒരു തൂക്കി വരണം പടം എടുക്കാൻ പോയി. ഇവിടെ നോക്കിയപ്പോൾ ഒരു എരുമേലെ പടമാണ് ഉണ്ടായിരുന്നത് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്തു? പിന്നീട് അയാൾ തൊഴുത് കാലം പിടിച്ച് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു. ഈ പൈസയല്ലല്ലോ സംഗതി, ഇവിടെ വന്ന് കിട്ടിയില്ലെങ്കിൽ സംഗതി എല്ലാം തീർന്നില്ല. അത് തൂക്കി വരണം കൊണ്ട് കുഴപ്പമില്ല, കൊലപാതകമാണെങ്കിൽ വൻ അപകടമല്ലേ, നമ്മളകത്താവും. ഈ കല്യാണമൊക്കെ അന്നത്തെ കാലത്തൊക്കെ കല്യാണം നടന്നത്, കാരണം ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഫോട്ടോ, ഈ ഓഡിറ്റോറിയത്തിൽ കല്യാണം, ഇവന്റ് മാനേജ്മെന്റ്സ്, ഡ്രോണ്, അങ്ങനെ പല പരിപാടികൾ വന്നു. അന്നത്തെ കാലത്ത് ഫോട്ടോയൊക്കെ നമ്മൾ സാധാരണ ഫോട്ടോഗ്രാഫർമാർക്ക് ആ ഒരു ഭയങ്കര വിലയുള്ളൊരു സമയമായിരുന്നു അല്ലേ, ആരാധനയോട് കൂടി ആളുകൾക്ക് നോക്കുന്നൊരു സമയം. അപ്പോൾ എങ്ങനെയായിരുന്നു അന്നത്തെ കല്യാണങ്ങളൊക്കെ? അതായത് ഇന്നത്തെ ഒരു തലമുറയ്ക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഇന്നത്തെ കല്യാണം ബൾബ് ഫ്ലാഷ് വെച്ച് ഉപയോഗിച്ച് തുടങ്ങിയാണ് ഞാൻ. ബൾബ് ഫ്ലാഷ് അറിയാമോ? ഇല്ല. ഒരു ബൾബ് ഫ്ലാഷിന് പകരം നമ്മൾ കത്തുന്ന സാധാരണ ബൾബ്, അതുപോലത്തെ വേറെ സിൽവാനിയ നാഷണൽ എന്ന് പറഞ്ഞ 2 കമ്പനിയിലെ ബൾബുണ്ട്. ഇത്ര വരും. ഈ ബൾബ് പാക്കറ്റ് ഇട്ടുണ്ടാവും. ഒരു പാക്കറ്റിൽ നിന്ന് ഒരു ബൾബ് എടുത്ത് ഒരു കുട, ഇങ്ങനെ ഒരു കുട പോലെ ഇങ്ങനെ ക്ലിക്ക് വയ്ക്കും. വച്ചിട്ട് ഇതിന് വയറെടുത്ത് ക്യാമറയെ കൊടുത്തിട്ട് പടം എടുക്കുമ്പോൾ ടക്കനെ അത് കത്തും, ഫ്ലാഷ് കത്തും. ഉടനെ തന്നെ മുകളിൽ പ്രസ് ചെയ്യുമ്പോൾ ആ ബൾബ് പോകും. അടുത്ത ബൾബ് എടുക്കണം, അടുത്ത പടം എടുക്കാൻ. അപ്പോൾ ഒരു ബൾബ് കൊണ്ട് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റൂ. അതാണ് ആദ്യത്തെ ഫോട്ടോഗ്രാഫി. അടുത്ത് വേറൊരു ബൾബ് എടുത്ത്, അപ്പോൾ അങ്ങനെ നമ്മൾ 8-10 ബൾബ് കൊണ്ടുപോകും. അന്ന് 2000 രൂപ ഒരു ബൾബിന്. അന്നൊക്കെ ഈ കല്യാണത്തിന് ആൽബം ഒക്കെ എടുക്കുമ്പോൾ എത്ര രൂപയായിരിക്കും? ഏത് ആൽബം ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക്? അന്ന് ആൽബം ഒക്കെ ചെയ്യുമ്പോൾ 100-120. 68-70 കാലഘട്ടത്തിൽ 68-70 കാലഘട്ടങ്ങളിൽ 100-120-150. അന്നൊക്കെ ഈ കല്യാണങ്ങളൊക്കെ നടക്കുന്ന വീടുകളിൽ വെച്ചല്ലേ 3 രൂപയിലെ ഒരു പാസ്പോർട്ട്. 3 രൂപ. 3 രൂപയ്ക്ക് 3 കോപ്പി പാസ്പോർട്ട്. 3 കോപ്പി കൊടുക്കും. അത് ഇന്നെടുത്ത് 3-ൻ്റെ കൊടുക്കുകയുള്ളൂ. കാരണം ഇന്നെടുത്ത് ഡെവലപ്പ് ചെയ്ത് നെഗറ്റീവ് ഉണക്കി ടച്ച് ചെയ്ത് പ്രിൻ്റടിച്ച് 3-ൻ്റെ പടം കൊടുക്കണത്. അന്ന് കൊടുക്കാൻ പറ്റില്ല. ഈ കല്യാണം നടക്കുന്നത് ഇന്നാണ് ഓഡിറ്റോറിയത്തിലും ക്ഷേത്രത്തിലൊക്കെ മാറിയത്. അപ്പോൾ അന്നൊക്കെ കല്യാണം നടക്കുന്നത് എല്ലാ വീടുകളിൽ. അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു അനുഭവം ഒന്ന് പറയാമോ? അനുഭവം അങ്ങനെ ചെറിയ, അന്നൊക്കെ ഒരുപാട് വർക്കുകൾ കാണുമല്ലോ. വീടും ചെറിയ മുറികൾ, ചെറിയ മുറ്റങ്ങളും ഒക്കെ ആയിരിക്കേ. അതിനിടയിൽ പുരകെട്ടുകാർ വന്ന് പുരകെട്ടി ആ ഉള്ള സ്ഥലത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കതിരുവട്ടമൊക്കെ കെട്ടി അവിടെ ഉള്ള സ്ഥലത്ത് വെച്ചൊക്കെ എടുക്കും. അല്ല, അന്ന് ഞാൻ കേട്ടിട്ടുള്ളത് ഉണ്ണാൻ വേറെ പുരകെട്ടും. ഉണ്ണാൻ വേണ്ടി വേറെ പുര. അല്ല, ഞാൻ കേട്ടിട്ടുള്ളത് അന്ന് ഒരു ദിവസം തന്നെ ഒരുപാട് വർക്ക് എടുത്തിരുന്ന ഒരാളാണ് താങ്കൾ. അല്ല, ഒരു ദിവസം 2-3 കല്യാണം എടുത്തിട്ടുണ്ട്. 5 കല്യാണം വരെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഓടി എത്തും അന്നത്തെ? അത് വന്ന് എനിക്ക് ലാംബട്ട ഒരു സ്കൂട്ടറുണ്ട്, അതിൽ പ്ലെയിൻ പോലെ പോകും. അങ്ങനെ ഒരു കല്യാണത്തിന് പാപ്പനംകോട് പോകണം.
നരുവാമുട്ടി എടുത്തിട്ട് പാപ്പനംകോട് വേണം. നരുവാമുട്ടി എടുത്തിട്ട് ഇവിടെ ഈ സ്കൂളിൻ്റെ ഇടം എടുക്കണം. സ്കൂളിൻ്റെ അവിടെ എടുത്തിട്ട് പാപ്പനംകോട്ട് പോകണം. പാപ്പനംകോട്ട് എന്നെ കാത്തു നിൽക്കുകയാണ് അവർ. അടുത്ത കല്യാണ പാർട്ടി. ഞാനിങ്ങനെ തേരി കയറി പോവുകയാണ്. അവിടെ വെച്ച് പിസ്റ്റം പൊട്ടിപ്പോയി. വണ്ടി പൊട്ടിപ്പോയി. വണ്ടി അവിടെ ചാരി വെച്ചിട്ട് ഇതുമല്ല കാറാവെല്ലാം കിട്ടുമോ. അടുത്ത് വന്ന ഒരു വണ്ടിയെ കൈ കാണിച്ചെടുത്ത് അവൻ ജംഗ്ഷൻ ചെയ്യുന്ന ടാക്സി പിടിച്ച് പോയി. അവിടെ വർക്കെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് പൊളിച്ചു നോക്കിയപ്പോൾ പിസ്റ്റം പൊട്ടിപ്പോയി. ചൂടുകൊണ്ട് ഇത്രയും ഓടുകയാണ്. ആ ലാംബട്ട സ്കൂട്ടറൊക്കെ പോണത് ചുമ്മാതെ പോവുകയാണ്. മാവന്റെ കാര്യം, മാവന്റെ ഒരു സൗകര്യം അനുസരിച്ച് മുഹൂർത്തം എന്ന് വെച്ചാൽ ഈ 12 ഒരു കല്യാണം ഒരു ദിവസം ആകുമ്പോൾ മുഹൂർത്തങ്ങളെല്ലാം ഒരേ സമയമായിരിക്കും മിക്കവാറും. വലിയ വ്യത്യാസങ്ങൾ കാണില്ല. അപ്പോഴീ പറഞ്ഞില്ലേ 11:30 തൊട്ട് 12:30 മണി, 11:45, 11:30, 11:15 ഇതിനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തവർ തരും. അവിടെ ചെന്ന് കെട്ട് 2-3 പടവും ഒരു ഗ്രൂപ്പ് ആണ് മെയിൻ. അല്ല അവർ രണ്ടുപേരും കൊണ്ട് നിർത്തിയൊരു ഫുള്ള് താലിയിട്ട് മുണ്ട് കൊടുക്കണത്, മാല ഇടണത്. എൻ്റെ മക്കളെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കയ്യിൽ എഴുതി കൊടുത്തു വിടും. മക്കൾ രണ്ടുപേരും രണ്ടുപേരും അവർ 15 വയസ്സിലൊക്കെ കല്യാണ മണ്ഡപത്തിൽ ഫോട്ടോ എടുക്കും. 15 വയസ്സിൽ രണ്ടുപേരും എടുക്കും. അവരൊക്കെ ഞാൻ കയ്യിൽ എഴുതി കൊടുക്കും, എതിരെ ഇത്ര. അപ്പം അവരാ കാലഘട്ടത്തിലൊക്കെ കളറായി. അതെ അതെ അതെ. അതുപോലെ തന്നെ നമ്മൾ പഴയ വീടുകളിലൊക്കെ ചെല്ലുമ്പോഴേ, പണ്ടത്തെ മുമ്പ് കുറച്ചു കാലം പോരെ, ഇപ്പോഴും ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ കാണാം ഭാര്യയും ഭർത്താവും കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ തോളോട് തോള് ചരിഞ്ഞിരിക്കുന്ന ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചു മിക്കവാറും വീടുകൾ അല്ലേ. അങ്ങനെ ഈ കല്യാണം കഴിഞ്ഞിട്ട് വരുന്നതാണ്. കല്യാണം കഴിഞ്ഞ് സ്റ്റുഡിയോയിൽ വന്ന് ചടങ്ങായിരുന്നു. കപ്പിൾ ഫോട്ടോ നിർബന്ധം. അവർ വന്ന് എടുക്കും, അത് എടുത്തിരിക്കും. അത് ശരി, അത് നിർബന്ധമാണ്. പിന്നീട് അതുപോലെ ഒരുപാട് നമ്മൾ ഫോട്ടോ കല്യാണങ്ങളൊക്കെ ഒരുപാട് എടുത്തിട്ടുണ്ട്. പ്രശസ്തരായിട്ടുള്ള ആരെങ്കിലും ഒക്കെ ആയിട്ടുള്ള ഒരു അനുഭവം എന്ന് പറയാമോ? പ്രശസ്തരായിട്ടുള്ള രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ഏതോ സിനിമാക്കാരോ, കല്യാണത്തിന്റെ അല്ല, ഈ വർക്ക് എടുക്കുമ്പോൾ ഉള്ള ഒരു അനുഭവം. ചെമ്മീൻ സിനിമ ഇറങ്ങിയപ്പം സ്റ്റില്ല് എല്ലാ തിയേറ്ററിലും ഞാൻ പടം തൂക്കും. അത് കണ്ടിട്ടുണ്ടോ? ഇല്ല. തിയേറ്ററുകളുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഫോട്ടോ സ്റ്റില്ലുകൾ നോക്കും. സ്റ്റിക്കറല്ല, ഞാൻ മാല കയറി കൊരുത്ത് ഞാൻ ബോർഡിൽ ഞാൻ സ്റ്റില്ല് ഒട്ടിച്ച്. പണ്ടത്തെ കാലത്ത് ആ സ്റ്റില്ല് കളറല്ല അറിയാം, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. പിന്നെ എങ്ങനത്തെ കളറാവും? അത് കളർ ചെയ്ത് അത്രയും സുമാരതാരാണ് എല്ലാ കളറും. അത് ഫോട്ടോ ആർട്ടിസ്റ്റ് അങ്ങനെ റീടച്ചർ കളറിങ് മൊത്തം പുള്ളി വരച്ചെടുക്കണം. പിന്നീട് വരച്ചെടുക്കുന്ന കളർ ചെയ്യണം, പ്രിന്റ് അടിച്ചു കൊടുക്കും, കളർ അടിച്ചു കൊടുക്കും, പുള്ളി കളറിൽ ചെയ്യും. ഈ ശിവൻ സ്റ്റുഡിയോ 2 ഉണ്ട് തിരുവനന്തപുരത്ത്. ഒന്ന് പുളിമൂട്ടിൽ നമ്മുടെ സംഗീത് ശിവന്റെയൊക്കെ അച്ഛൻ ശിവൻ സാറിന്റെ, അതൊന്ന് ബാലരാമപുരത്ത് ജയൻ ശിവൻസിന്റെയൊക്കെ അച്ഛൻ ശിവൻസിന്റെ. ബാലരാമപുരത്തെ രണ്ടുപേരുമായിട്ടും അടുപ്പമുണ്ടായിരുന്നു. എങ്കിലും ബാലരാമപുരത്തെ ഒരു ശിവൻ സ്റ്റുഡിയോ അതിപ്പോ ഇപ്പോഴും ഉണ്ടല്ലോ. ആ സ്റ്റുഡിയോ അദ്ദേഹമായിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അവിടെ കൊണ്ടാക്കുമ്പോൾ ഇദ്ദേഹം പഠിച്ചത് മിനർവയിൽ ഇദ്ദേഹം ചീഫ് ഫോട്ടോഗ്രാഫറാണ്. മിനർവ ശിവൻ എന്നാണ് അറിയപ്പെടുന്നത്. അത് ശരി. പുള്ളി അന്ന് കേരളത്തിൽ ഇദ്ദേഹത്തിൻ്റെ പടം കൂടെ വരും. ശിവേണ്ണൻ്റെ മിനർവ ആക്കിയത് ഇദ്ദേഹം കൂടെ തന്നെ കൊടുക്കുക. അവിടെ നിന്ന് എങ്ങനെ തെറ്റി പിണങ്ങിയൊക്കെ പോയി. പിന്നെ ഇപ്പോൾ ഒന്ന് ബാലലാലത്തൊന്ന് സ്റ്റുഡിയോ തുടങ്ങി. ആ സ്റ്റുഡിയോ തുടങ്ങാൻ നേരത്തെ ഞാനും കൂടെ പോയി അവിടെ സ്ഥലമൊക്കെ നോക്കിയാണ് തുടങ്ങണം. അതിനു മുമ്പേ എനിക്ക് നേമത്ത് സ്റ്റുഡിയോ ഉണ്ട്. അതിന് മുമ്പേ ഉണ്ട്. ഞാൻ അവിടെ 2 കൊല്ലം നിന്നപ്പോൾ ശിവേണ്ണ അവിടുത്തെ ചീഫ് ഫോട്ടോഗ്രാഫർ. അണ്ണ എല്ലാ ആളിനാള് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ ഇത്രയും എക്സ്പെർട്ട് ലോകത്താരുമില്ല. ഗ്രൂപ്പ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ക്യാമറയിൽ അറേഞ്ച് ചെയ്യാനും ടൈമിങ്ങും, അതിന് ടൈം നമ്മളാണ് കൊടുക്കാൻ. നമ്മളെ കണ്ണിൽ കാണുന്ന ലൈറ്റിന് നമ്മൾ ടൈം കൊടുക്കണം, ഡയഫ്രം ടൈം നമ്മൾ കൊടുക്കണം. എടുക്കുക അണ്ണനെ പോലെ കഴിവുള്ള അങ്ങനെ എടുക്കും. അത് മിനർവ കൃഷ്ണൻ എടുക്കും. മൂത്തയാള് മിനർവ സ്റ്റുഡിയോ ഉണ്ടോ?
ഉണ്ട്. അവിടെ ഇപ്പം വലിയ വർക്കൊന്നും പ്രവർത്തനമൊന്നുമില്ല. കേൾക്കാനില്ല പരസ്യം. അന്ന് എങ്ങനെ അവിടെ എങ്ങനെയെന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഗസ്റ്റ് ഏതെങ്കിലും വരണമെങ്കിൽ കേരള കൗമുദി പത്ര ഓഫീസിലും പോകും, മിനർവ സ്റ്റുഡിയോയിലും പോകും. അങ്ങനെ ഒരു ഗസ്റ്റ് കാമരാജ് നാടാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴേ അങ്ങനെ ഇവിടെ കേരളത്തിൽ വന്നപ്പോഴേ കേരള കൗമുദി ഓഫീസിലും പോയി, മിനർവ സ്റ്റുഡിയോയിലും വന്നു. അത്രയ്ക്ക് പ്രശസ്തമായിരുന്നു. ഒപ്പം അത്ര പ്രശസ്തം എന്ന് പറഞ്ഞാൽ അന്ന് ഞങ്ങൾക്ക് കോളാണ്. എന്താണ് അന്ന് വർക്ക് ആ സമയത്ത് അന്ന് ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ ഉച്ചയ്ക്ക് വർക്ക് കാണില്ല. പിന്നെ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ച് ഒക്കെ തിന്നാം. പഴങ്ങൾ അത് ഇതൊക്കെ അന്ന് ലാവിഷാണ്. അങ്ങനെ മിനർവ എന്ന ഒരു പോലീസുകാരുടെ സബ് ഇൻസ്പെക്ടർ നമ്മളെ പിടിച്ച് ചോദ്യം ചെയ്യണമെങ്കിൽ ഞാൻ മിനർവ എന്ന് പറഞ്ഞാൽ അപ്പോഴും പറയും. അതൊക്കെ ഒരു കാലം. കാരണം അവിടുന്ന് പോയി പാരമൗണ്ടിൽ വന്നു. പാരമൗണ്ടി വന്നപ്പോൾ ഞാൻ അവിടുത്തെ സ്റ്റാഫായിപ്പോയി, റീടച്ചർ. അണ്ണൻ മെയിൻ ടച്ചറും ഞാൻ അസിസ്റ്റന്റ് ടച്ചർ. അങ്ങനെ ഞങ്ങൾ കുറച്ച് കാലം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ വന്ന് നേമത്തെ സ്റ്റുഡിയോ തുടങ്ങി. എൻ്റെ മുതലൂടൊക്കെ 750 രൂപയാണ് അന്നത്തെ കാലത്ത്. 68-ൽ ഒരു ക്യാമറയുണ്ട്. ബാക്കി മറ്റു കാര്യങ്ങളും എല്ലാം 16 രൂപ വാടക, 16 രൂപ അഡ്വാൻസ്. വെറും 16 രൂപ. 2 മുറി. IG റിട്ടയർഡ് ആയി ചന്ദ്രശേഖരനാരെ കെട്ടിടമാണ് അത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ടുപിടിച്ച് താക്കോൽ വാങ്ങിച്ച് അവിടെ തുടങ്ങി ഒരു 2-3 കൊല്ലം കഴിഞ്ഞാണെന്നോണം അണ്ണയും പാലാരത്ത് അവിടെ നിന്നെല്ലാം മതിയാക്കി വന്നു. പാലാരത്ത് തുടങ്ങി. പാലാരത്ത് നല്ല ബിസിനസ്സായിരുന്നു. അല്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നല്ല ബിസിനസ്സായിരുന്നു. പക്ഷെ അണ്ണ ഒന്നും അത് കരുതിയില്ല. ഇപ്പം എന്തായാലും ഈ മലയാളിയുടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു ഈ ഫോട്ടോഗ്രാഫി, അന്നത്തെ സ്റ്റുഡിയോയൊക്കെ. അതിനൊക്കെ ഒരു ഗൃഹാതുരത്വം ഉണ്ടെന്നാലും. പക്ഷേ ഇന്നെന്ന് പറഞ്ഞാൽ മൊബൈൽ ഉണ്ടെങ്കിലും ഫോട്ടോ എടുക്കാം, മൊബൈലുള്ളവരെല്ലാവരും ഫോട്ടോഗ്രാഫർമാരാണ് എന്നുള്ളൊരു നിലയിൽ. അന്ന് വർക്ക് പഠിക്കണോ? ഇന്ന് വർക്ക് പഠിക്കണ്ട. എൻ്റെ പടം എടുത്ത് കൊടുക്കും കൊച്ചുമോൻ. അവൻ നീറ്റായിട്ട് പാസ്പോർട്ട് എടുത്ത്. ഇത് ഇപ്പോഴത്തെ കുട്ടികളെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് അവർ അസലായിട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷെ അന്ന് പഠിച്ച് എന്തായാലും നമ്മൾ ഇത്രയും ഒരുപാട് ദൂരം നടന്നു പോയി ഒരു ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ സഹായിയായിട്ട് നിന്ന് ഉയർന്നു ഞാൻ കല്ലിയൂരിന്ന് 2 കൊല്ലം നടന്നാണ് പോയി തമ്പാനൂർ വരെ പോയത്, പഠിച്ചു ഫോട്ടോഗ്രാഫി പഠിക്കാൻ പോയത്. അപ്പോൾ അങ്ങനെ പഠിക്കുന്നതിന് ഭയങ്കര വിലയാണ്. കാരണം ഇന്നെന്ന് പറഞ്ഞാൽ ഒരു മൊബൈൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ വേണമെങ്കിലും നോക്കാം. അപ്പോൾ അതിന് ആ ഒരു മഹത്വം അവർ അത്രേ ഉള്ളൂ. അതുപോലെ അന്നൊരു കല്യാണ വീട്ടിലോ മരണ വീട്ടിൽ പടം എടുക്കാൻ വിളിക്കും. എന്നുവെച്ചാൽ എനിക്ക് പൂവാറ്, വിഴിഞ്ഞം, വെങ്ങാനൂര് ഒക്കെ എൻ്റെ മലയൻകീഴ് ഒക്കെ എൻ്റെ കസ്റ്റമർ ഉണ്ട്. അവിടെയൊക്കെ എനിക്ക് അപ്പോഴും കസ്റ്റമർ ഉണ്ടായിരുന്നു. അന്ന് അവിടെയൊന്നും സ്റ്റുഡിയോ ഇല്ല. പിന്നീട് ഈ കളർ വന്നതിന് ശേഷമാണ് അവിടെയൊക്കെ സ്റ്റുഡിയോകൾ വന്നു തുടങ്ങിയത്. എനിക്ക് ഇപ്പോഴും പൂവാറൊക്കെ എൻ്റെ കസ്റ്റമറൊക്കെ ഉണ്ട്. അവരൊക്കെ ചിലപ്പം ബാലാരത്തുണ്ട്, അതൊക്കെ ചിലരൊക്കെ ഇപ്പോഴും വരുന്നുണ്ട്. എന്നെ അന്വേഷിക്കുന്നുണ്ട്. അത് തന്നെ ഒരു ഭാഗ്യമാണ്. അതെന്നെ അന്വേഷിക്കുന്നുണ്ട്. ഇത് പഠിക്കുക, നമ്മൾ ഇത്രയും പാരമ്പര്യം ഒരേ സ്ഥലത്ത് തന്നെ നമ്മൾ ആ സ്ഥലം വാങ്ങുകയും ചെയ്തു. ആ സ്ഥലം വാങ്ങി 2 ഏക്കർ 68 സെന്റ് തറയും കെട്ടിടങ്ങളാണ് അത് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഞാൻ എസ് കുമാർ ക്യാമറ, എൻ്റെ അച്ഛൻ, നമ്മുടെ സിനിമ എസ് കുമാറിൻ്റെ അച്ഛനും ഞാനും കൂടെ ചേർന്ന് ഞാൻ വാങ്ങി, അങ്ങേരും കൂടെ ചേർത്ത് ഡിവൈഡ് ചെയ്ത് വിറ്റ് സെൻറ്റർ പോർഷൻ മുഴുക്ക ഞാൻ എടുത്ത്. അത് ശരി. അതിപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ട്, നിലവിലാണ്. അങ്ങനെ കുറേ കഷ്ടപ്പെട്ടു. അതിന് ഫലമുണ്ടായി. പിള്ളേർക്കും. ഈ എസ് കുമാറും താങ്കളുമായിട്ടുള്ള ബന്ധം, അദ്ദേഹത്തിൻ്റെ അച്ഛനുമൊക്കെ ആയിട്ടൊക്കെ അച്ഛനും ഞാനുമായിട്ട് വലിയ അടുപ്പമുണ്ട്. അദ്ദേഹത്തിന് നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അറിയാം, നെല്ലാൻഡ് നിൽക്കുമ്പോൾ അറിയാം, അത് ചിത്രാഞ്ജലിൽ പോകുമ്പോൾ അറിയാം. അത് കഴിഞ്ഞിട്ട് ചിത്രാഞ്ജലിൽ മധു എന്നൊരു ഇയാളെ വേക്കൻസി, ഇയാൾ ലീവ് എടുത്ത് പോയപ്പോൾ മധു എന്നൊരു ക്യാമറാമാനെ അവിടെ കയറ്റി. ആ ക്യാമറമാൻ എൻ്റെ അനിയനെന്നും പറഞ്ഞുമ്പോൾ എല്ലാവരുടെയും കൊണ്ടുപോയി ഞാൻ പഠിപ്പിച്ചാണ്. അത് ശരി. അയാൾക്ക് ഇപ്പോഴും അയാൾ പെൻഷനായി എങ്കിലും ഇപ്പോഴും പറയും എന്നെ ഇത്രയും കണ്ടീഷനാക്കിയത് വാസുണ്ണനാണ്. അതിൽ എന്നെ അന്വേഷിച്ചും വരും. അദ്ദേഹം അവിടെ നിന്നും അവിടെ ചിത്രാഞ്ജലി വന്നപ്പം മോഹൻലാലും സുരേഷ്, മോഹൻലാൽ, പ്രിയദർശൻ ചിത്രാഞ്ജലിയെ കാണാൻ വേണ്ടി കുമാറിൻ്റെ കാല് പിടിച്ചല്ലേ അവിടെ കയറിയത് അന്നത്തെ കാലത്ത്. അങ്ങനെ കയറി ഇവരെ കുറേ പടങ്ങളെടുത്തപ്പോൾ പിന്നെ ലീവ് എഴുതി കൊടുത്തു. അങ്ങോട്ട് ഹിറ്റായില്ലേ.
അതെ അതെ. അങ്ങനെ വലുതായി എസ് കുമാർ. എസ് കുമാർ. ഓ അപ്പോൾ എന്തായാലും മെല്ലാൻഡിൽ തുടങ്ങിയതാണ്. മെരിലാൻഡിൽ ഓ മെല്ലാൻഡിൽ തുടങ്ങിയപ്പോൾ ചിത്രാഞ്ജലി തുടങ്ങിയപ്പം അവിടെ ക്യാമറയുടെ ചീഫായിരുന്നു. അവിടെ നിന്നാണ് ഇവരെ ചെന്ന് പരിചയപ്പെട്ട് അവിടെ കാണാൻ പോയത്. അവിടെ കാണാൻ പോയും പരിചയപ്പെട്ട് ഇവനെ പരിചയപ്പെട്ടാണ് അവിടെ കയറിയത്. മോഹൻലാലും സുരേഷ് കുമാറും പ്രിയദർശൻ. ഇന്ന് അവരാരാണ്? അല്ല, അവരെ പടങ്ങളും ഈ അടുത്ത കാലം വരെ മുഴുക്ക ഒരുപാട് എടുത്തു. പിന്നെ അവ ഹിന്ദി ഒരുപാട് എടുത്തു. പിന്നെ ഇപ്പോഴേ എൻ്റെ മക്കളുമായിട്ട് വലിയ അടുപ്പമാണ്. അത് വർക്കുണ്ടെങ്കിലും ഉണ്ണിയെ വിളിച്ചേ കൊടുക്കുള്ളൂ. ഓ എന്നെ കൂടെ വിളിക്കും. അത് ശരി. അപ്പോൾ എന്തായാലും ഒരുപാട് സമയം ഇപ്പം ചോറുണ്ണാനുള്ള സമയം കഴിഞ്ഞു എന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഇവിടെ നിർത്തുകയാണ്. ഈ ഒരുപാട് സമയം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു. വളരെയധികം നന്ദി. അങ്ങനെ പോലെയുള്ള ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഇത്രയും പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാനും ഒക്കെ. അത് ഇന്നത്തെ തലമുറയ്ക്ക് പലപ്പോഴും അത് മനസ്സിലായെന്ന് വരില്ല. അന്നത്തെ തലമുറ പലരും ഓർത്തെടുക്കാൻ ഇത് സഹായകമാകും. അപ്പോൾ അതുകൊണ്ട് എന്തായിരുന്നാലും ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ദിവസമാണ്. ഒരുപാട് പ്രാർത്ഥനകളും ആശംസകളും ഒക്കെ നേരുന്നു. സന്തോഷം.